ഭർത്താവ് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, കുറച്ച് 3 വർഷമായിട്ട് കുറച്ചു കാലം ഗൾഫിലും മറ്റൊക്കെ ആയിരുന്നു. ആദ്യകാലത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഈ ഒരു കഴിഞ്ഞ 3 വർഷമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഭർത്താവിന് കുറേ ജോലി തിരക്കുകൾ, അതിൻ്റെ സ്ട്രെസ്സുകളൊക്കെ ഉണ്ട്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളില്ലാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കാരണത്താൽ ഈ 3 വർഷമായി ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഭർത്താവ് ഈ പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ തയ്യാറാകാത്ത ഒരു പ്രശ്നമുണ്ട്. ഭർത്താവിൻ്റെതായ ഒരു കാര്യവും ഭാര്യയോട് പറയാത്ത ഒരു പ്രശ്നമുണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോകുന്നില്ല. അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്വഭാവമാണ്. ഇതിൽ അവസാനത്തെ ചോദ്യമാണ്, ഞാൻ മുന്നോട്ട് പോകണമോ വേണ്ടയോ? നമ്മളിപ്പോൾ ഇവരുടെ ബന്ധങ്ങളിലും സ്നേഹങ്ങളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള പോലെ ആ ചോദ്യത്തിൽ വേണ്ട രൂപത്തിൽ നമുക്ക് വരുന്നുണ്ടോ? എത്ര വർഷമായിട്ട് അവർ ജീവിക്കുന്നുണ്ടെന്ന്? ഇവര് 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷം. ഈ ഇവിടെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇവരോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് മാത്രമാണ് നമുക്ക് മറുപടി പറയാൻ പറ്റും. അതിലൊന്ന്, കുട്ടികളില്ല എന്നൊരു വിഷയം അവരതിൽ പറയുന്നത്. ഈ കുട്ടികളില്ലാത്ത പ്രശ്നം ഭർത്താവിൻ്റെതാണെന്ന് മെഡിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണെങ്കിൽ അത് മാത്രം മതി. എന്താണ്, ഒരു സ്ത്രീക്ക് അയാളോട് എന്ത് ചെയ്യാൻ പറ്റും? കാരണം അവളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കല്യാണം കഴിച്ച ആ പെൺകുട്ടിക്ക് അവൾക്ക് പിന്നെ പ്രത്യുൽപാദനപരമായ കഴിവുകളില്ല, അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെ ഇവിടെ നിലനിർത്തി വിവാഹം കഴിക്കാൻ പറ്റും. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ഈ ഭർത്താവ് നിലനിർത്തി വേറൊരു ജീവിതം പറ്റാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ഇസ്ലാമികമായി അയാളോട് ഡൈവോഴ്സ് ചോദിക്കുവാനുള്ള മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള ഇപ്പൊ നമുക്ക് അതിൽ അറിയില്ലല്ലോ, അതോട് ചോദിച്ച് മനസ്സിലാക്കാം. ചോദിച്ച് നമുക്ക് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ അവർ തമ്മിൽ എന്താണ് ആദ്യകാലങ്ങളിൽ ഒരു നല്ല അവസ്ഥയിൽ പോയി എന്നതിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു വിവാഹ ജീവിതത്തിൽ നല്ല അവസ്ഥകളിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയോ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ യോജിച്ചു പോവാൻ പറ്റുന്ന ദമ്പതികളാണ് എന്ന് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് എന്ന് മുതലാണോ ആ പ്രശ്നം, ഇപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത്, അത് അവിടെ ഒരു കാരണം സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഒരു കാരണം സംഭവിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ കൂടെ ജീവിക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാവാത്തതിന്റെ അതൃപ്തി കൊണ്ട് ഒരാൾക്ക് മറ്റൊരാളൊരു വെറുപ്പ് വന്നോ എന്നറിയില്ല നമുക്ക്. അപ്പോൾ എന്തോ ഇടക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ചത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പരിഹരിച്ചാൽ ഒരു പക്ഷെ അവർക്ക് വീണ്ടും പഴയതുപോലെ ജീവിക്കാനായേക്കും എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവർ പിരിയണോ പിരിയണ്ടേ മുന്നോട്ട് പോകണോ എന്ന് പറയാൻ ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം പറയാൻ കഴിയുകയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ അല്പം വിശദമായി തന്നെ അവരോട് ചോദിച്ച കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ മറുപടി പറയാൻ പറ്റും. ഞാനൊരു തൊലാഖിനെ പറ്റി ചോദിക്കുമ്പോൾ തൊലാഖ് സാധാരണഗതിയിൽ അത് ആ വ്യക്തികളെ തീരുമാനിക്കേണ്ട കാര്യമാണ്. നമുക്കതിന്റെ ഒരു വിധി പറയാനേ പറ്റുള്ളൂ. നിങ്ങൾ തൊലാഖാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഭർത്താവ് ഭാര്യനെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഒരു നിലക്കും അയാൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെങ്കിൽ ആ ഭാര്യക്ക് ഭർത്താവിന്റെ തൊലാഖ് ആവശ്യപ്പെടാമെന്ന് പറയാന്നല്ലാതെ നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഭർത്താവിന്റെ തൊലാഖ് ആവശ്യപ്പെടാം എന്നൊന്നും നമുക്ക് നിർണയിച്ച് പറയാൻ പറ്റൂല. അത് അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ.